എലത്തൂർ സ്വദേശി സൈനികനെ കാണാതായ കേസിൽ കേരള പോലീസ് പുനെ മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. ക്യാമ്പിൽ പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും വിഷ്ണു ലീവിൽ പോയതാണെന്നും ഉദ്യോഗസ്ഥർ മൊഴി നൽകി. ആഷിഖ് റഹ്മാനുണ്ട് വിശദാംശങ്ങളുമായി. ആഷിഖ്, എന്തൊക്കെ വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞത്? അതിര ഈ മാസം 17-ാം തീയതിയാണ് എലത്തൂർ സ്വദേശിയായ സൈനികൻ വിഷ്ണുവിനെ കാണാതായത്. അദ്ദേഹം പൂനെയിൽ നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് 17-ാം തീയതി പുലർച്ചെ 2:30 അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു, താൻ ഇങ്ങനെ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്, മൊബൈൽ ചാർജ് കുറവാണ്, അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആകാനുള്ള സാധ്യതയുണ്ട്, താൻ 5:30 വീട്ടിലെത്തിക്കൊള്ളാം എന്നൊരു കാര്യം അമ്മയോട് അറിയിച്ചിരുന്നു. ശേഷം രാവിലെയായിട്ടും ഈ വിഷ്ണുവിനെ കാണാതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കളുടെ അടുത്തടക്കം അന്വേഷിച്ച സമയത്താണ് ഈ വിഷ്ണുവിനെ കാണാനില്ലെന്ന കാര്യവും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന കാര്യവും വീട്ടുകാർ അറിഞ്ഞത്. തുടർന്ന് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ഇതിന് സമാനമായി ഈ പുനെയിലെ മിലിറ്ററി സെന്ററിലും സമാനമായ ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം സൈനികൻ മിസ്സായതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം AK ശശീന്ദ്രനടക്കം വീട് സന്ദർശിച്ച ശേഷമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘം ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനമായത്. തുടർന്ന് എലത്തൂർ SI ആയിട്ടുള്ള സിയാദുർ റഹ്മാന്റെ കീഴിലുള്ള സംഘം ഈ പുനെയിലെത്തുകയും ഇപ്പോൾ ഉദ്യോഗസ്ഥരെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പുനെ മിലിറ്ററി ക്യാമ്പിലുള്ള അവർ പറഞ്ഞൊരു കാര്യം, ഈ ക്യാമ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ലീവ് എടുത്ത് നാട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ മാസം 17 മുതൽ ജനുവരി 5 വരെയാണ് അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചിരുന്നത്. അങ്ങനെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പുനെ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയതാണ്. ക്യാമ്പിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും ഈ ഉദ്യോഗസ്ഥർ മൊഴിയായി കേരള പോലീസിനോട് നൽകിയിട്ടുണ്ട്. ഈ ജനുവരി 11-നാണ് വിഷ്ണുവിൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചില വിഷയങ്ങൾ നിലവിലുണ്ട്. പക്ഷേ വീട്ടിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ക്യാമ്പിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് അവിടുത്തെ മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ വിഷ്ണുവിനെ കണ്ടെത്തിയത്, അതായത് ജമ്മു കാശ്മീരിലടക്കം പല സ്ഥലത്ത് കണ്ടെത്തിയതായി വാർത്തകളും വന്നിരുന്നു. അങ്ങനെ ഒരു നിലവിൽ വലിയൊരു അഭ്യൂഹം നിലവിലുണ്ട്. കാരണം കണ്ണൂരിൽ എത്തിയെന്ന് പറയുന്നു, അതേസമയം അദ്ദേഹത്തിൻ്റെ ഫോൺ ലൊക്കേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നത് പുനെയിലാണ്. അങ്ങനെ വലിയൊരു ദുരൂഹത നിൽക്കുന്ന ഒരു വിഷയമാണിത്. കഴിഞ്ഞ 17-ാം തീയതി കാണാതായതാണ്. ഇന്നേക്ക് 8 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇതുവരെ ഒരു സൈനികനെ കാണാതായിട്ട് അദ്ദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 9 വർഷത്തോളമായി ഈ വിഷ്ണു സൈന്യത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ശേഷം ഈ കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരുന്ന വഴിക്കാണ് അദ്ദേഹത്തെ മിസ്സായത്. ഒരേ സമയത്ത് അദ്ദേഹം കണ്ണൂരിലെത്തിയെന്ന് പറയുമ്പോൾ തന്നെ ഫോൺ ലൊക്കേഷൻ നിൽക്കുന്നത് പുനെയിലാണ്. അതെന്തായാലും വിഷയത്തിൽ വലിയ ദുരൂഹതയുടെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് തന്നെ നേരിട്ടെത്തി പുനെയിൽ അന്വേഷണം നടത്തുന്നത്. ആതിര. ശരി, ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.